തിരുമ്പി ചിക്കി ഒരു അയലൊക്കെ കണ്ടില്ലേ, വണ്ടിൻ്റെ ഗ്രില്ലിങ്ങോട്ട് പൊന്തിച്ചിട്ട് 3 അയലൊക്കെ കെട്ടിയിരിക്കണം. അല്ല 1 2 3 അയലൊക്കെ കെട്ടി തിരുപ്പിക്കണം. ഇന്നലെ ഇവിടെ ലോഡ് ഇറക്കിയത്, ഈ കമ്പനിയിൽ ലോഡ് ഇറക്കിയത്. പിന്നെ ഇവിടെ കുളിക്കണ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിർത്തി. ഇന്ന് ശനി ഞായർ ലീവാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക, അതൊക്കെ കണ്ട് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ പോവുകയാണ്. ഇപ്പം ബക്കറ്റും കുപ്പിയൊക്കെ എടുത്തിട്ട് പോയിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. നല്ല കുളിയും പരിപാടിയൊക്കെ ഉണ്ട്, കഴിച്ചു. അപ്പോൾ ഓക്കെ, അതാണ് ഇന്നത്തെ പരിപാടികൾ. ഇത് കഴുകാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം പിന്നെ 10-25 ലിറ്റർ അതിലുണ്ട്. അത് ആസ്ട്രിയ പോകുമ്പോൾ എന്താ പറയുക, അവിടെ കുടിക്കുന്ന വെള്ളമുണ്ട്. അപ്പം എങ്ങനെയായാലും 2 ആഴ്ച കൂടുമ്പോൾ ആസ്ട്രിയ പോകും. ഈ ഇപ്പം എൻ്റെ ഒരു മാനേജർ മാറിയതുകൊണ്ട് ആസ്ട്രിയൊക്കെ പോകും. ഇപ്പം വെറും നെതർലാൻഡ്, ജർമ്മനി. ഇപ്പം ജർമ്മനിയിലാണ് ഉള്ളത്. നെതർലാൻഡ്, ജർമ്മനി. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ലോഡ് തന്നിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ട് നെതർലാൻഡിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം നെതർലാൻഡിൽ പോയി, 2 പ്രാവശ്യം ജർമ്മനി വന്നു. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇനിയിപ്പം എൻ്റെ മാനേജർ മാറിയെന്നുണ്ട്. പഴയ മാനേജർ വരണമെങ്കിൽ ഓസ്ട്രിയ, ഫ്രാൻസ്, ഇങ്ങനെ ഇറ്റലി ആ ഭാഗത്തൊക്കെ പോകും. ഓസ്ട്രിയ പോകണം വലിയ ഇഷ്ടമല്ല. ചെറിയ റോഡുകളും പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോലീസിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അവിടെ. അതായത് നമ്മൾ വണ്ടിയിൽ ഈ ഇതില്ലേ, വണ്ടീൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യും അവിടെ. ഈ ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട് ആക്സിൽ ഇല്ലല്ലോ, ഈ ഫ്രണ്ട് ആക്സിൽ ഇതിന് 10 ടണ്ണിൽ കൂടാൻ പാടില്ല. പിന്നെ അതേപോലെ ബാക്കിലേക്ക് ബാക്കി മൊത്തം 24 ടണ്ണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ. വണ്ടി 16 ടണ്ണുണ്ട്. അപ്പോൾ മൊത്തം 40 ടണ്ണ് കൂടാൻ പാടില്ല. 40.something വന്നാൽ ഫൈനാണ്, ഭയങ്കര ഫൈനാണ്. അപ്പോൾ അവിടെ ഭയങ്കര ആക്സിൽ വെയിറ്റിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ. ചിലപ്പോഴൊക്കെ ഈ അങ്ങനത്തെ ഒരു ഡാഫിൻ്റെ വണ്ടിയാണെങ്കിൽ അതിൽ, ഈ ഡാഫിൻ്റെ വണ്ടി ഇല്ല, അതിൽ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ ഓരോരോ വീലിന് വരുന്ന വെയിറ്റുകൾ നമുക്ക് സിസ്റ്റത്തിൽ അറിയാൻ പറ്റും. ഇത് ലേശം പഴയ മോഡൽ വണ്ടി, 2019 മോഡലാണ് ഇതിൻ്റെ വണ്ടി. നല്ല ആള് പുലിയാണ്. അപ്പോൾ അതിൽ ഫുള്ള് സിസ്റ്റമാണ്. അതേപോലെ പുതിയ മോഡൽ വണ്ടിയിലൊക്കെ ഓരോരോ വീലിനും വരുന്ന ലോഡ് എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് അതറിയില്ല. അത് മാത്രമല്ല, അവിടെ കയറി കഴിഞ്ഞാൽ പോലീസ് ചെക്ക് ചെയ്ത വെയിറ്റ് വന്നാലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് കമ്പനി നോക്കിക്കോളും. പക്ഷെ അതല്ല വിഷയം. പിന്നെ പോലീസിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഓല് വെയിറ്റ് മാത്രമല്ല ചെക്ക് ചെയ്യുക, അതിന് നമ്മളെ വയലേഷൻ ഉണ്ടോ നോക്കും. അത് നമ്മളെ കാർഡ് ഉണ്ടല്ലോ, ടാക്കോ റൂൾസ് എന്ന് പറഞ്ഞ ഒരു റൂളുണ്ട്. ആ വണ്ടി ഓടുന്നതും അതേപോലെ അതിൻ്റെ ടൈമിങ്ങും റെസ്റ്റ് എടുത്തുക്കണോ നോക്കേണ്ടതൊക്കെ ഓല് നോക്കും. അപ്പോൾ എങ്ങനെ ഒരു ഫൈന് കണ്ടാൽ അതൊരു വലിയ വിഷയമാണ് ഇവിടെ. നമുക്ക് കറക്റ്റ് റെസ്റ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ 15 മണിക്കൂർ ഒരു ദിവസം ഡ്യൂട്ടി എടുക്കാൻ, അതായത് 10 മണിക്കൂർ ഡ്യൂട്ടി ടൈം 15 മണിക്കൂറും ഡ്രൈവിംഗ് ടൈം 10 മണിക്കൂർ കൂടാൻ പാടില്ലാത്ത ആഴ്ച 2 ദിവസം അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ 10 മിനിറ്റ് കൂടിപ്പോയി 15 മണിക്കൂറിൽ ഡ്യൂട്ടി എടുത്തിട്ട്. അപ്പോൾ രാവിലെ 4:30 എടുത്ത് വൈകുന്നേരം 7:30 മണിക്ക് തന്നെ സൈഡാക്കുന്നത്. സൈഡിടക്ക് കുറേ ലോഡിങ്ങിൻ്റെ കുറേ ടൈമൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കണ്. വണ്ടി ഫുള്ളായിട്ട് പണിയെടുത്തല്ലേ, വെയിറ്റ് ചെയ്തൊക്കെ ടൈമിൽ കൂടും. നമ്മൾ റെസ്റ്റ് എടുക്കണം, എൻഡ് കൺട്രി അടിക്കണം. രാവിലെ ബിഗിൻ കൺട്രി അടിക്കണം, വണ്ടി നിർത്തുമ്പം എൻഡ് കൺട്രി അടിക്കണം. ആ എൻഡ് കൺട്രി അടിക്കുന്ന വരെ 15 മണിക്കൂറിൽ കൂടാൻ പാടില്ല. 15 മണിക്കൂർ 10 മിനിറ്റായി. അപ്പോൾ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 2250 യൂറോ ഫൈനാണ്. 2 ലക്ഷം രൂപ ഫൈൻ വരും. അതെന്തിനാ വെച്ചാൽ ഡ്യൂട്ടി കൂടുതലെടുത്താൽ ഫൈനാണ്, റെസ്റ്റ് കുറഞ്ഞെടുത്താൽ ഫൈനാണ്. റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഫൈനാണ് അവിടെ. അപ്പോൾ അതാണ് അവസ്ഥകൾ. അപ്പോൾ അതാ ബാത്റൂം അവിടെ ഉണ്ട്. ഞാനിങ്ങനെ കുപ്പിയൊക്കെ എടുത്തിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് ഒഴിഞ്ഞ സമയമല്ലേ, അപ്പോൾ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് വെച്ചാൽ നമുക്കിനി ഭക്ഷണം പാത്രം കഴുകാൻ, അതേപോലെ ഒതുടുക്കാൻ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ അതിനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, വെള്ളം എടുത്തിട്ട് വരാം.